ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് റുട്ടീൻ എടുക്കാമെന്ന് കരുതി. എൻ്റെ മോർണിംഗ് റുട്ടീൻ ഉറക്കാൻ വന്നിട്ട് വയ്യാട്ടോ. എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇന്നെനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. ഈവനിങ് ഡ്യൂട്ടി ടൈമിൽ ഞാൻ ഈ ഒരു ടൈമിൽ എഴുന്നേൽക്കുന്നത് തന്നെ അപൂർവമാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ട് 9 ആയില്ല, 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ നോർമൽ ടൈമിൽ എഴുന്നേൽക്കാറില്ല. ഞാൻ ഒരു 12, 11, 12 ആ ഒരു സമയത്താണ് ഞാൻ എഴുന്നേറ്റുള്ള സമയത്ത് എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോൾ 12:45 ആകുമ്പോഴാണ് ഞാൻ കട്ടിലിൽ നിന്ന് പോയി പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി ഫുഡ് കഴിച്ചുകൊണ്ട് പോവുക. അതാണ് എൻ്റെ ഈവനിങ് ഡ്യൂട്ടി ടൈമിലെ റൊട്ടീൻ എന്ന് പറയുന്നത്. 8 മണിക്ക് 9 മണിക്കൊന്നും ഞാൻ 8 മണി 9 മണി ഞാൻ കണ്ടിട്ടില്ല ഈവനിങ് ഡ്യൂട്ടിയുള്ളപ്പോൾ. കണ്ണൊക്കെ ഒരുമാതിരിയാകും. ഒന്നുകൂടെ കിടന്ന് ഉറങ്ങിയാലോ എന്നുണ്ട് ഒരു 9 മണി വരെ. പക്ഷെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും പിന്നും കിടന്നിട്ട് ഉറക്കം പോയി കേട്ടോ. ഞാൻ ഒന്ന് എണീറ്റത് കൊണ്ട് ഉറക്കം പോയി. രാവിലെ വെളുമാർ ആലപ്പോയിട്ടിട്ട് എണീറ്റിയ അപ്പം അതങ്ങ് പോയി ഉറക്കം. ഇനി എന്നാ ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം ഉറങ്ങാൻ. കാരണം ഈവനിങ് ഡ്യൂട്ടിക്ക് പോയ ഒന്നാമത്തെ കാര്യം ഉറക്കം കാര്യം അവിടെ ഇരിക്കുമ്പോൾ പേഷ്യൻസ് കുറവാണ്. അതുകൊണ്ട് പണി കുറവായതുകൊണ്ട് ഉറക്കം വരും. ഉറങ്ങിയിട്ടും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ശുഭം. പിന്നെന്താ, അപ്പോൾ ഇഡലിയാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 8:30 വരെ ഒന്ന് പറഞ്ഞു. അഹല്യ കഴിക്കാൻ പോണില്ലേടി? ഓ മൈ ഗോഡ്. അപ്പം എന്തായാലും ഞാൻ എഴുന്നേക്കട്ടെ. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും പോയി ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാട്ടോ. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് ഫ്രഷ് ആയിട്ടുണ്ടാവും. വരും ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സമയം 8:30 ആയതേ ഉള്ളൂ. ഈവനിങ് ഡ്യൂട്ടി ഉള്ള സമയത്ത് ഇപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ അവിടെ ഉറക്കമാണ് കേട്ടോ. ആരും എഴുന്നേറ്റിട്ടില്ല, ഞാൻ മാത്രം എഴുന്നേറ്റിട്ടുണ്ട്. അഹല്യക്ക് 11 മണിക്ക് ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ അവൾ 11 മണിക്ക് പോകുന്നതുകൊണ്ട് അവളെന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, ഇന്ന് മോർണിംഗ് റൊട്ടീൻ എടുക്കാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ നേരത്തെ അലാറം വെച്ച് എഴുന്നേറ്റാണ്. പിന്നെ ഇന്ന് അവൾമാർ അലപ്പും ബഹളമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ എഴുന്നേറ്റു. സത്യത്തിൽ ഞാൻ 8, 8:30, 9 ആണ് അലാറം വെച്ചത്. 9 മണിക്ക് എണീക്കുമെന്ന് വെച്ചിട്ടാണ് അലാറം വെച്ചത്. പക്ഷേ അവൾമാർ ബഹളം വെച്ചുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. എന്തോ സൗണ്ട് മരം കൂട്ടി വെച്ചു. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗേയ്സ്. മുടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഇഡലിയാണെന്ന് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി കഴിക്കാം. ഇഡലിയും ചമ്മന്തിയുമാണ് ഗൈസ്. ഇത് TV ഇട്ടേക്കുന്നതുകൊണ്ട് മൊത്തം അലപ്പ. അപ്പോൾ ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വിശക്കും കേട്ടോ. ഇപ്പോഴത്തെ 4 ഇഡ്ഡലിയുടെ പവർ കാണും. പക്ഷേ എക്സ്ട്രാ കഴിച്ച് തരത്തില്ല അല്ലേ? ഇപ്പോൾ ഇടയ്ക്കൊരു ബോണ്ടയൊക്കെ എനിക്ക് തരുമെന്ന്. എനിക്കും തന്നിട്ടുണ്ട് ഇഡലി എക്സ്ട്രാ. ഓക്കെ, നമ്മളൊരു ഫുഡ് തീരാറാകുമ്പോൾ ചെല്ലണം. അപ്പം നമുക്ക് എക്സ്ട്രാ കിട്ടും. ആ, താമസിച്ച് ചെല്ലുമ്പോൾ തീർന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചത് ചായ ഇടാൻ പഞ്ചാര പൊക്കി പിടിച്ചോണ്ട് നിൽക്കുമായിരിക്കും. പൊക്കിയും പിടിച്ചോണ്ട് നിൽക്കുമായിരിക്കും. അതൊക്കെ മനസ്സിലായി. പക്ഷെ കഥ പറഞ്ഞപ്പോൾ ഒരു കൊള്ളത്തില്ല. ഞാൻ ചോദിച്ചിപ്പോൾ ചായ ഇടാൻ അങ്ങനെ നിൽക്കും. അപ്പോൾ ഗൈസ്
ഇത് ഞാൻ കുറച്ച് എടി എനിക്ക് പനി മാറിയെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് വലിയുന്നടി. അപ്പോൾ നമുക്കൊന്ന് ലൈവ് പോയാലോ ഗായ്സ്? ഞാൻ വൈകിട്ട് ലൈവ് പോകുമ്പോൾ ഇന്നലെ അത്യാവശ്യം ആൾക്കാർ വന്നു കേട്ടോ, പക്ഷെ എന്നാലും കുറവാണ്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ലൈവ് പോവാം. വന്നു 24 പേര് വന്നടി. 24 പേര് വന്നിട്ട് ലിസ 24 എടീ നീനെ വിളിച്ച ഞാൻ. എന്നിട്ട് ഞാൻ ലിസയെ നോക്കിയിട്ട് ഫോണിലോട്ട് നോക്കിയപ്പോൾ 10 ആയി. പിന്നെ അവിടെ നിന്ന് കുറഞ്ഞു, പിന്നെ 5 ആയി. പിന്നെ 5ന്റെ ഗ്രാഫ് മുകളിലോട്ട് വന്നിട്ടില്ല. 5 4 3 2 1 5 4 3 2 1 ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒന്ന് ലൈവ് പോവാം. അപ്പോൾ ഗൈസ് ലൈവ് പോകാമെന്നുള്ള ഉദ്ദേശം ഞാനങ്ങ് അവസാനിപ്പിച്ചു. കാരണം ലൈവ് പോയിട്ട് ആരും കയറുന്നില്ല. ഇന്ന് തിങ്കളാഴ്ചയുണ്ട്, എല്ലാവരും പണിക്ക് പോയി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഐസിൻ്റെ ലൈവിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി. എന്നിട്ട് പക്ഷേ ഒരു അബദ്ധം പറ്റി ഗൈസ്. ഇന്നലത്തെ ലൈവ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആ ലൈവ് ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്തപ്പോൾ മറ്റേതും കൂടെ ഞാൻ വിചാരിച്ചു അതാണെന്ന് കരുതിയിട്ട് ഞാൻ രണ്ടും കൂടി ഡിലീറ്റ് ചെയ്തു. അയ്യോ എനിക്ക് സങ്കടം വരും. അത് പോയി കേട്ടോ. അത് നല്ല വ്യൂ, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ഇട്ടപ്പോൾ തന്നെ 50 വ്യൂസ് എന്തോ ഉണ്ടായിരുന്നു. അത് പോയി. അപ്പോൾ ഇനി എൻ്റെ പരിപാടി, ഇനി ഞാനൊരു ഡ്രാമ കാണും. എന്തായാലും നേരത്തെ എഴുന്നേറ്റതല്ലേ, അപ്പം ഞാനൊരു ഡ്രാമ കാണാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, സ്ക്വിഡ് ഗെയിംസ് കാണണമെന്നുണ്ട് കേട്ടോ. അത് കാണണം. നീ കാണുമോ അല്ലേ സ്ക്വിഡ് ഗെയിംസ്? അപ്പോൾ ഞാൻ പോയി അത് കണ്ടിട്ട് വരാം കേട്ടോ. ഞാനിനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനിനി അത് കാണുക. പിന്നെ ഒരു 11 മണി അപ്പം നോക്കിയാൽ മതി. ഇന്ന് ഉറങ്ങുന്നില്ലെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനൊരു ഉച്ചവരെയുള്ള എടുക്കാം. കാരണം മോർണിംഗ് ഡ്യൂട്ടി എന്ന് പറയാൻ പ്രത്യേകിച്ച് വീഡിയോക്ക് ലെങ്ത് വരത്തില്ല. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് പോണവരെ, ഡ്യൂട്ടിക്ക് പോണവരെ എടുക്കാം. ഞാൻ പോയി ഡ്രാമ കാണട്ടെ ഗൈസ്. നിങ്ങളിത് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. ഉറക്കം ഞാൻ പറഞ്ഞു ഞാൻ ഈ ടൈമിൽ എണീക്കത്തില്ല. ഈവനിങ് കിട്ടുന്ന സമയത്ത് ഉറക്കം ഇങ്ങനെ കണ്ണിലിങ്ങനെ വന്നിരുന്നത്. ഞാൻ ഡ്രാമ കണ്ടിട്ട് ഉറങ്ങിപ്പോവാം. അപ്പം എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ഞാൻ വിചാരിച്ച 10:30 ആകുമ്പോൾ 11 മണിയാകുമ്പോൾ എഴുന്നേക്കാന്ന് വെച്ചിട്ട് 11 മണിക്ക് അലാറം വെച്ചു. 11 മണിക്ക് എഴുന്നേറ്റില്ല. 11:45 കണ്ടത്. അത് 12 12:30 ഇപ്പം കൊണ്ട് 12:45 എഴുന്നേറ്റിട്ട് ഫോണിൽ നോക്കിയിരുന്നത്. ഇപ്പോൾ 1 മണിയായിട്ടുണ്ട് കേട്ടോ. തുണി കഴുകലൊന്നും നടന്നില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് മെയിൻ ഉദ്ദേശം തുണി കഴുകുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും പോയി കുളിച്ച് റെഡി ആവട്ടെ. എല്ലാം തുടങ്ങി നടത്തില്ല ഡ്യൂട്ടിക്ക് പോലും. നാളെ എങ്കിലും എനിക്കൊന്ന് മോർണിംഗ് ഇട്ടാൽ മതിയായിരുന്നു. എനിക്ക് മോർണിംഗ് ആട്ടോ ഇഷ്ടം. അതാകുമ്പോൾ പോയി കാര്യം കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ. ഒരു മാഗി ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വേറെ എന്തെങ്കിലും ദിവസം കഴിക്കാം.